മാതേ, ദർശിച്ചാലും മാതേ, നമുക്ക് ദാനമായി കിട്ടിയത് എന്തെന്ന്? ദർശിച്ചാലും മാതേ, ഈ ദാനപ്രാപ്തിയിലൂടെ അർജുനൻ ജ്യേഷ്ഠന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും പറയരുത് പുത്ര. ബാല്യകാലം മുതൽക്കേ നാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദാനമായാലും ശിക്ഷയായാലും സദാ നിങ്ങൾ 5 സഹോദരന്മാർക്കും അതിൽ തുല്യ പങ്ക് തന്നെയാണുള്ളത് പുത്രന്മാരെ. ഒരാൾക്ക് മാത്രമാവുകയില്ല. മാതേ, ഇത് നമ്മുടെ ആജ്ഞയാണ് യുധിഷ്ഠിര. അർജുനന് പ്രാപ്തമായത് എന്തുതന്നെയായാലും നിങ്ങൾ 5 പേരും പരസ്പരം പങ്കുവെക്കേണ്ടതാണ്. നിങ്ങൾ 5 പേരും പരസ്പരം പങ്കുവെക്കേണ്ടതാണ്. നിങ്ങൾ 5 പേരും പരസ്പരം പങ്കുവെക്കേണ്ടതാണ്. എന്താണ് ഉണ്ടായത് പുത്ര? അവിടുന്ന് സത്യമറിയാതെ ഞങ്ങൾ 5 സഹോദരന്മാരും ചേർന്ന് വധുവിനെ പങ്കുവെക്കണമെന്നാണ് പറഞ്ഞത്. ദ്രൗപദി, നിൽക്കൂ പുത്രി. മാതേ, അവിടുന്ന് ഒരു തവണ ഞങ്ങളെ ദർശിച്ചിരുന്നുവെങ്കിൽ ആജ്ഞാപിക്കുവാനുള്ള അധികാരമുള്ളവർക്ക് യാഥാർത്ഥ്യം അറിയാതിരിക്കുവാനുള്ള അധികാരമില്ല.